ഹായ് ഓൾ. ഇന്ന് നടന്ന സബ് ഇൻസ്പെക്ടർ SI പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷനാണ്. നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോയിലോട്ട് പോകാം. ബഹിഷ്കൃത് ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? BR അംബേദ്കർ. വിപ്ലവകാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? സമാധാനം, ഭൂമി, അപ്പം. ദേശീയ സുരക്ഷാ സേന NSG ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ആഭ്യന്തര മന്ത്രാലയം. ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ്? ദാമോദര ചാക്യാർ. താഴെ പറയുന്ന നദികൾ പരിഗണിക്കുക. വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കുക. താപ്തി, നർമ്മദ. 2ഉം 3ഉം. ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ്? പീച്ചി ജലസേചന പദ്ധതി. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം? ആക്സിയം ദൗത്യം 4. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. താഴെ പറയുന്ന ഏത് മർദ്ദവലയത്തിലാണ് ശാന്തമായ വായു ചലനങ്ങളുള്ള പ്രദേശമായ ഡോൾഡ്രംസ് കാണപ്പെടുന്നത്? ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദവലയം. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത്? സഹകരണ ഫെഡറലിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെ തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ GST നിരക്ക് എത്രയാണ്? 18%. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ? പഞ്ചാബ്, ഹരിയാന. പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരുത്തമില്ലാത്തത് താഴെ തന്നവയിൽ ഏതാണ്? 10ാം പദ്ധതി. ഓപ്ഷൻ എ. ദുരന്ത നിവാരണത്തോടുള്ള കേരളത്തിൻ്റെ സമീപനം ബഹുതല സ്ഥാപനഘടനയെയും വികസന ആസൂത്രണവുമായുള്ള സംയോജനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഭരണ സ്ഥാപനങ്ങളെയും അവയുടെ റോളുകളെയും കാണിക്കുന്ന താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് അതിൻ്റെ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാച്ച് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. 1 1 2 2 3 3 4. ഓപ്ഷൻ ബി. കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായ ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണം താഴെ പറയുന്നവയിൽ ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂവുടമസ്ഥതയെ ഇല്ലാതാക്കി, പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഓപ്ഷൻ സി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ KSPB പ്രവർത്തനങ്ങളെയും പരിമിതികളെയും പരാമർശിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 2ഉം 3ഉം മാത്രം. ഓപ്ഷൻ എ. PSC മലയാളം ഇംഗ്ലീഷും ഒക്കെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് മലയാളം ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിലും അവർ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് അവർ അതായത് കണക്കിലെടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരുപാട് പ്രസ്താവനകളൊക്കെ വരുന്ന ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആ ഇംഗ്ലീഷും കൂടെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു വിടണ ഒന്ന് നല്ലതായിരിക്കും. കേരളത്തിൻ്റെ ഗവേണൻസ് സമീപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന തലത്തിൽ അതിൻ്റെ ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്? ഓപ്ഷൻ എ. 1 2 4 മാത്രം. 2024 കേരള സർക്കാർ കാലാവസ്ഥാ പ്രതിരോധ കേരള ഇനിഷ്യേറ്റീവ് ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിൻ്റെ ദുരന്ത സാധ്യത കുറയ്ക്കൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിൻ്റെ ഭരണത്തിൻ്റെയും ആസൂത്രണ സംവിധാനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെ പറ്റി താഴെ പറയുന്ന സവിശേഷതകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? ഓപ്ഷൻ ബി. 1 3 4 മാത്രം. ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിയമനിർമ്മാണത്തിൻ്റെ ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1 3 4. ഓപ്ഷൻ സി. താഴെ ഹൃദയപേശി കോശങ്ങളുടെ ഗുണവിശേഷതകൾ നൽകിയിരിക്കുന്നു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി. 1ഉം 4ഉം മാത്രം. വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും അടങ്ങിയ താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. ഓപ്ഷൻ എ. തയാമിൻ ബെറിബെറി, കാൽസിഫെറോൾ റിക്കറ്റുകൾ, റെറ്റിനോൾ, നൈക്ടലോപ്പിയ, വൈറ്റമിൻ സി സ്കർവി, നിയാസിനാമൈഡ് പെല്ലഗ്ര. ഓപ്ഷൻ എ. അമിനോ ആസിഡുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2ഉം 3ഉം മാത്രം. ഓപ്ഷൻ ബി.
പ്രമേഹത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം. കാല അസർ രോഗം മൂലമുണ്ടാകുന്നത് ലീഷ്മാനിയ ഡോണോവാനി. പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ഒന്ന് മാത്രം. നയനാമൃതം 2.0 കേരള സർക്കാരിൻ്റെ ഒരു AI പവർ നേത്ര പരിശോധനാ സംരംഭമാണ്. ക്യോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം. എ, ബി എന്നീ രണ്ട് പട്ടണങ്ങൾ 120 കിലോമീറ്റർ അകലത്തിലാണ്. ഒരു കാർ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂർ 55 km/h വേഗത്തിൽ ആരംഭിക്കുന്നു. അതേസമയം മറ്റൊരു കാർ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 45 km/h വേഗത്തിൽ എപ്പോൾ കണ്ടുമുട്ടും? 72 മിനിറ്റ്. ഓപ്ഷൻ ബി. ഒരു ജ്യാമിതീയ പ്രോഗ്രഷൻ്റെ GP ആദ്യ 3 പദങ്ങളുടെ ആകെത്തുക 21 അവയുടെ ഗുണനഫലം 216 ആണെങ്കിൽ പൊതു അനുപാതം എത്ര? ഓപ്ഷൻ ഡി 2. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ സി 64. ലയണിനെ PNKQ ആയി കോഡ് ചെയ്താൽ ടൈഗറിനെ കോഡ് എന്തായിരിക്കും? TVKIG. സിംഹം മാംസഭോജി, പശു? ഓപ്ഷൻ സി സസ്യഭുക്ക്. ഒരു സാധാരണ ക്ലോക്കിൽ പുലർച്ചെ 3:45 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? ഓപ്ഷൻ എ 157.5. 17⁻103 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ഓപ്ഷൻ ബി 3. എക്സും വൈയും നെഗറ്റീവ് അല്ലാത്ത പൂർണ്ണസംഖ്യകളാണ് എങ്കിൽ 5x + 8y എന്ന രൂപത്തിലില്ലാത്ത ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി 27. അടുത്ത ക്വസ്റ്റ്യന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ അത് ക്യാൻസലായി പോകാനാണ് സാധ്യത. 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 km/h വേഗതയിൽ ഓടുന്നു. ഒരേ ദിശയിൽ 6 km/h വേഗതയിൽ ഓടുന്ന ഒരാളെ മറികടക്കാൻ എത്ര സമയമെടുക്കും? 8.2 സെക്കൻഡ്. ഓപ്ഷൻ എ. ഏതാണ് പിന്തുടരൽ കുറ്റത്തിന് കീഴിൽ വരാത്തത്? ഒരു സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പകർത്തൽ. ഓപ്ഷൻ സി. സ്വകാര്യ പ്രതിരോധത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ഡി. BNSS വ്യവസ്ഥകൾ പ്രകാരം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ കുറ്റസമ്മതങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? കുറ്റസമ്മതം രേഖപ്പെടുത്തിയ ശേഷം വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ അയക്കും. വാറണ്ട് കേസ് എന്നാൽ? ഓപ്ഷൻ ഡി. വധശിക്ഷ, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം. FIRന് സാധുവായ ആവശ്യകതയില്ല. കുറ്റകൃത്യത്തിന് ഇരയായയാൾ അത് നൽകണം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അറിയപ്പെടുന്നതോ അറിയാത്തതോ ആയ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തുവെന്ന് ആരോപിച്ച് ഒരു മജിസ്ട്രേറ്റിന് വാമൊഴിയായോ രേഖാമൂലമോ നൽകുന്ന ഏതൊരു പ്രസ്താവനയും അറിയപ്പെടുന്നതാണ് ഓപ്ഷൻ ബി പരാതി. താഴെ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ ഏതാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് അടുത്തുള്ള മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ വിവരം നൽകേണ്ട ബാധ്യതയുണ്ട്. വ്യാജ നാണയങ്ങൾ നിർമ്മിക്കൽ. സമ്മതമില്ലാതെ ഡാഷിൻ്റെ സംരക്ഷണത്തിൽ നിന്നും ഒരു കുട്ടിയെ പ്രലോഭിപ്പിക്കുന്നയാൾ തട്ടിക്കൊണ്ടുപോകലിന് കാരണക്കാരനായി കണക്കാക്കപ്പെടുന്നു. നിയമപരമായ രക്ഷാധികാരി. താഴെ പറയുന്നവയിൽ ഏതാണ് വ്യക്തിയെ കടത്തൽ കുറ്റകൃത്യത്തിൻ്റെ ഘടകമല്ലാത്തത്? സമ്മതം. ഓപ്ഷൻ ബി. മാനസികാവസ്ഥ തകരാറിലായതിനാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഭ്രാന്തിനെതിരെ പ്രതിരോധം നൽകാവുന്നതാണ്. ഓപ്ഷൻ ഡി. എ, ബി അല്ലെങ്കിൽ സി. പ്രവൃത്തിയുടെ സ്വഭാവം അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന്, അയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന്. ഒരു സഹപ്രതിയുടെ കുറ്റസമ്മതം അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ബിയും ഐയും സിയെ കൊലപ്പെടുത്തി എന്ന എയുടെ കുറ്റസമ്മതം എയും ബിയും സംയുക്തമായി കുറ്റം ചുമത്തിയാൽ മാത്രമേ ബിക്കെതിരെ ഉപയോഗിക്കാൻ കഴിയൂ. ഓപ്ഷൻ ബി. നിയമസാധുത പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു കേസിൽ ബിയുടെ നിയമാനുസൃത മകനാണെന്ന് എ അവകാശപ്പെടുന്നു. ബിയുടെ സഹോദരങ്ങളും കസിൻസും എയെ ബിയുടെ മകനായി സ്ഥിരമായി പരിഗണിച്ചിരുന്നുവെന്ന് കോടതി കരുതുന്നു. ഭാരതീയ സാക്ഷ്യാധിനിവേശം 2023 പ്രകാരം ഈ തെളിവിൻ്റെ സ്വീകാര്യതയെ താഴെ പറയുന്നതിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഓപ്ഷൻ ബി.
ഒരു അതിർത്തി തർക്കത്തിൽ ഒരു കക്ഷി സർക്കാർ പുറത്തിറക്കിയ ഒരു ഭൂപടത്തെ ആശ്രയിക്കുന്നു. അത് 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള വിഭജനം കാണിക്കുന്നു. 2023 ഭാരതീയ സാക്ഷി അധിനിവേശത്തിലെ സെക്ഷൻ 30 പ്രകാരം കോടതി ഈ ഭൂപടത്തെ എങ്ങനെ പരിഗണിക്കും? ഓപ്ഷൻ എ. പൊതുവിൽപ്പനയ്ക്കായി സാധാരണയായി വാഗ്ദാനം ചെയ്യുന്ന പ്രസിദ്ധീകരിച്ച ചാർട്ടുകളിൽ നടത്തിയ പ്രസ്താവനകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഭൂപടം ഒരു പ്രസക്തമായ വസ്തുതയാണ്. പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതി കൊലപാതക ആയുധത്തിന്റെ സ്ഥാനം വെളിപ്പെടുത്തുന്നു. പരാമർശിച്ച സ്ഥലത്ത് നിന്ന് പോലീസ് ആയുധം വീണ്ടെടുക്കുന്നു. പ്രതിയുടെ മൊഴിയുടെ ഏത് ഭാഗമാണ് ഭാരതീയ സാക്ഷി അധിനിവേശം 2023 പ്രകാരം കോടതിയിൽ സ്വീകാര്യമാകുന്നത്? കണ്ടെത്തിയ വസ്തുതയുമായി വ്യക്തമായി ബന്ധപ്പെട്ട പ്രസ്താവനയുടെ ഭാഗം മാത്രം. ഓപ്ഷൻ ബി. ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കക്ഷികൾ ഹാജരാക്കിയ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള എല്ലാ വാമൊഴി പ്രസ്താവനകളും രേഖകളും തെളിവുകളിൽ ഉൾപ്പെടുന്നു. ഓപ്ഷൻ ഡി.